ഞാൻ 5 വക്ത് നിസ്കരിക്കുന്ന ആളാണ്, നോമ്പൊക്കെ എടുക്കുന്ന ആളാണ്, സുന്നത്ത് നോമ്പുകൾ എടുക്കും, സമയം കിട്ടുമ്പോഴൊക്കെ ഖുർആൻ ഓതുന്ന ആളാണ്. എന്നാലും എനിക്കില്ലാത്ത ഒരു പരീക്ഷണവുമില്ല, റബ്ബെന്നെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നവരോട് തിരിച്ചു ചോദിക്കാറുണ്ട്, നിങ്ങൾ റബ്ബിന് വേണ്ടി ഈ നന്മകളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ സുഖം കിട്ടാനാണോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹ്ക്ക് ആരാധിക്കുകയാണ് എന്ന് ഇതിനെപ്പറ്റിയൊന്നും പറയാൻ പറ്റൂല. മറിച്ച് ഇത് അള്ളാഹ്ക്ക് കൈക്കൂലി കൊടുക്കുന്ന പോലെയാണ്. ദുനിയാവിൽ എന്നെ പ്രയാസപ്പെടുത്തരുത്, എനിക്കൊരു വിഷമം ഉണ്ടാവരുത്, അതിനുവേണ്ടി നോമ്പെടുക്കുകയാണ്, നിസ്കരിക്കുകയാണ്, ഖുർആൻ ഓതുകയാണ് എങ്കിൽ അതൊരു കൈക്കൂലി പോലെയല്ലേ? നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതാണ്. സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും നന്ദി പ്രകടനമായിട്ടൊക്കെയാണ് നമ്മുടെ നോമ്പും നിസ്കാരത്തെയൊക്കെ കാണേണ്ടത്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്ത് പരീക്ഷണങ്ങൾ തന്നാലും നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനൊക്കെ കഴിയും. അള്ളാഹ്ക്ക് നമ്മളോട് വെറുപ്പുള്ളത് കൊണ്ടല്ല അള്ളാഹു താല നമ്മെ പരീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ മനുഷ്യനെ അള്ളാഹു താലാക്ക് അത്രമേൽ ഇഷ്ടമാണ്. എന്നാൽ ആ മനുഷ്യൻ അള്ളാഹു നൽകാത്ത പരീക്ഷണങ്ങളില്ല. ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ സഹിക്കണോ അതൊക്കെ സഹിച്ച മനുഷ്യനാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല സുഖങ്ങളും അന്ന് അനുഭവിക്കാമായിരുന്നിട്ടും അതൊന്നും അള്ളാഹു താല മനുഷ്യന് നൽകിയിട്ടില്ല. ആ മനുഷ്യൻ അത് ആഗ്രഹിച്ചിട്ടുമില്ല. ആരാണത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകം തന്നെ പടച്ചത് ആ നേതാവിന് വേണ്ടിയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവിന് അള്ളാഹു താല അത്ര പ്രാധാന്യമേ നൽകുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൂറത്തുൽ ദുഹയിലൂടെ അതിന്റെ 4ഉം 5ഉം ആയത്തിലൂടെ അള്ളാഹു താല പഠിപ്പിക്കുന്നുണ്ട്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. ഈ ദുനിയാവിനേക്കാൾ അങ്ങേക്കുത്തമം ആഖിറമാണ്. അതിന്റെ ശേഷം പറയുന്നുണ്ട്, വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. അങ്ങ് തൃപ്തിപ്പെടുന്നത് വരെ അങ്ങേക്ക് ആ ആഖിറത്തിൽ വെച്ച് നൽകും. എന്നിട്ട് അങ്ങ് പറയും, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ എന്ന് പറയുന്നത് വരെ, അതുവരെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അത്രയും അനുഗ്രഹങ്ങൾ നാളെ ആഖിറത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാത്രമുള്ള അറിയിപ്പല്ല, നമ്മളോടുകൂടെയാണ്. നമുക്കും ആഖിറമാണ് വലുത്, ദുനിയാവല്ല. നമുക്കും നാളെ ആഖിറത്തിൽ നബിതങ്ങൾക്ക് ഓഫർ ചെയ്തതുപോലെ ഉമ്മത്തിൽപ്പെട്ട നമുക്കും അള്ളാഹു മതിവരുവോളം നൽകും. ഈ ഒരു ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ക്ഷമിക്കാനുള്ളൊരു ഈമാൻ നമുക്ക് ലഭിക്കും. അതിനോടൊപ്പം തന്നെ ഈ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ദുആഇൽ നമ്മൾ കുറവ് വരുത്താൻ പാടില്ല. പ്രയാസങ്ങൾ മാറ്റിത്തരാനും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങി കിട്ടാനൊക്കെ നമ്മൾ നിരന്തരം ദുആ ചെയ്യണം. അത് അമ്പിയാക്കളുടെ പാഠം അങ്ങനെ തന്നെയാണ്.